ആദ്യം തന്നെ ഡൽഹിയിലെ പ്രതിഷേധത്തിലേക്കാണ്. 146 പ്രതിപക്ഷ എംപിമാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെതിരെ ഇന്ന് രാജ്യവ്യാപകമായ പ്രതിഷേധമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒരുമിച്ച് പ്രതിഷേധിക്കും. ഡൽഹി ജന്തർ മന്ദറാണ് പ്രധാന പ്രതിഷേധ ഇടം. അവിടെ എംപിമാർ എത്തിത്തുടങ്ങി. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരുമ പ്രകടമാക്കുന്നത് കൂടിയായി മാറണം ഈ പ്രതിഷേധം എന്നത് ഇന്ത്യ സഖ്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്താക്കൽ പരമ്പരയാണ് ഓരോ ദിവസവും കണ്ടത്. അത് എങ്ങനെ നൂറടിക്കും എന്ന നിലയിൽ ആരൊക്കെ എത്തി? ഒരു വലിയ കൂട്ടായ്മ പ്രകടമാകുമോ? 11:30 കൂടിയാണ് ഇവിടെ സമരം ആരംഭിക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ അറിയിച്ചത്. നമുക്ക് ജന്തർ മന്ദിറിലെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. വേദിയിൽ ഇപ്പോൾ മുൻനിരയിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ എത്തും. രണ്ടാം നിരയിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം CPIയുടെ MP സന്തോഷ് കുമാർ ഉണ്ട്, അപ്പുറം ഇളമരം കരീം MP ഉണ്ട്, NK പ്രേമചന്ദ്രൻ, ഹൈബി ഹീഡൻ, ഒപ്പം തന്നെ AM ആരിഫ് ഒക്കെ ഉണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ കൊടിക്കുന്ന് സുരേഷ് MP ചേരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി കടക്കാം. MP, ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു യോജിച്ച പ്രക്ഷോഭം ആദ്യമായിട്ടാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ആദ്യത്തെ പ്രക്ഷോഭമാണ് ഇവിടെ നടക്കുന്നത്. ലോക്സഭയിൽ നിന്ന് രാജ്യസഭയായി 140ഓളം MPമാരെ പുറത്താക്കിക്കൊണ്ട് സുപ്രധാനമായ 3 ക്രിമിനൽ ബില്ലുകൾ പാസാക്കി. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട വളരെ വിവാദമായ ബില്ല് പാസാക്കി. ഇങ്ങനെയുള്ള ബില്ലുകളെല്ലാം പാസാക്കിക്കൊണ്ട് സഭ രണ്ടും ഇന്നലെ പിരിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാർലമെന്റിൽ നടന്ന ലോക്സഭയ്ക്കകത്ത് നടന്ന സംഭവങ്ങളെ തുടർന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണം, അതിനകത്ത് ചർച്ച നടത്തണമെന്നുള്ള മിനിമം ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചതാണ് 140ഓളം MPമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെ വിവാദമായ ബില്ലുകൾ പാസാക്കിയത്. അതിനെതിരായുള്ള ശക്തമായ സേവ് ഡെമോക്രസി എന്ന ശക്തമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് രാജ്യ തലസ്ഥാനമായ സേവ് ഡെമോക്രസി എന്നുള്ളതാണ് മുദ്രാവാക്യം. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് സംസാരിക്കുക മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പിന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു നേതാക്കൾ എല്ലാവരും എല്ലാ ദേശീയ നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രാതിനിധ്യമുള്ള നേതാക്കളും ഇല്ലാത്ത നേതാക്കൾ എല്ലാവരും തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ നേതാക്കളും വരും. സേവ് ഡെമോക്രസി രാജ്യ തലസ്ഥാനമായ ജന്തർ മന്ദറിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യവ്യാപകമായി MPമാരെ അന്യായമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിവാദമായ ബില്ലുകൾ പാസാക്കിയതിനെതിരെ ജനാധിപത്യത്തെ കുഴിച്ചുമൂടുന്ന BJPയുടെ ഏകാധിപത്യ നടപടിക്കെതിരായുള്ള അതിശക്തമായ പ്രക്ഷോഭമാണ് ഇന്ന് ഇന്ത്യ സഖ്യം ഇവിടെ നടത്തുന്നത്. ശരി, താങ്ക് യു. സമരം നടക്കട്ടെ. നമുക്ക് പ്രതികരണത്തിൽ കൊടുക്കുന്ന സുരേഷ് MP പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും വേദിയിലേക്ക് പോയാൽ കാണാം, അവിടെ സേവ് ഡെമോക്രസി എന്ന മുദ്രാവാക്യമാണ് ഇന്ത്യ സഖ്യം ഉയർത്തുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം. MPമാർ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വീണ്ടും വേദിയിൽ കാണാം ഇളമരം കരീം, NK പ്രേമചന്ദ്രൻ, ഒപ്പം ഹൈബി ഈഡൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള MPമാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യ സഖ്യ MPമാർ ഏതാണ്ട് അരമണിക്കൂറിനകം ഇവിടേക്ക് എത്തും. അതിനുശേഷം പ്രതിഷേധം ആരംഭിക്കും. ഇന്ന് ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം നടക്കുന്നത്. രാജ്യത്താകമാനം ഇന്ത്യ സഖ്യം മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യത്തിന് കൂടി പ്രതീകമായി ഈ പ്രതിഷേധം മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം പുറത്തായിരുന്നു. വളരെ വിരലെണ്ണാവുന്ന പ്രതിപക്ഷ അംഗങ്ങൾ മാത്രമാണ് സഭയിലുണ്ടായിരുന്നത്. ഭാരതീയ ന്യായ സംഹിത അടക്കമുള്ള ബില്ലുകൾ സർക്കാർ പാസാക്കുകയും ചെയ്തു. ഡൽഹിയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും പ്രതിഷേധമുണ്ടായി.